കൽപ്പന അനുസരിക്കുവാൻ നാം തയ്യാറാകണം. എന്താണ് ദൈവത്തിന്റെ കൽപ്പന? പ്രൈസ് ഗോഡ്. മറ്റൊന്നുമല്ല, അത് സ്നാനമാണ്. നമുക്ക് വായിക്കാം സ്നാനം എന്താണെന്ന്. സ്നാനം ഒരു ദൈവിക കർമ്മമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 33-ാമത്തെ വാക്യം. ക്ഷമിക്കണം, ഞാൻ സ്കെഡ്യൂളിൽ നിന്ന് ഒരല്പം മാറി ഇന്ന് രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ ദൈവാത്മാവ് സംസാരിച്ചത് കൊണ്ട് എനിക്കറിയാം ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി അറിയുവാനായി താല്പര്യത്തോടെ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നു. അവർക്ക് വേണ്ടി ഇന്ന് രാത്രി ചില മിനിറ്റുകൾ സംസാരിക്കുന്നു. സ്നാനം ഒരു ദൈവിക കർമ്മമാണ്. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട് ഞാനോ അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളാണ്. യോഹന്നാൻ സ്നാപകനെ ദേശത്തിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം ഞാൻ ചിന്തിക്കുന്നത് അതുമാത്രമാണ്, യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ. അതുകൊണ്ടാണ് പറയുന്നത്, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഒരു സ്നാനം ഒരു ദൈവിക കർമ്മമാണ്. രണ്ടാമതായി നമ്മൾ വേഗത്തിൽ പോവുകയാണ്. സ്നാനം ദൈവത്തിന്റെ ഒരു നീതിയാണ്. ജസ്റ്റിസ് ഓഫ് ഗാഡ്. വായിക്കാം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻകരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയിൽ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നുത്തരം പറഞ്ഞു. അനന്തരം യേശു, അവസാന ഭാഗം, യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. യേശു പറയുകയാണ്, സ്നാനമേൽക്കുന്നത് നമുക്ക് ഉചിതമാണ്. എന്റെ യേശുവിന് ഉചിതമാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ഉചിതമായി കൂടാ? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പാപമില്ലാത്ത യേശു ദൈവനീതിയുടെ ഭാഗമായി സ്നാനപ്പെടുവാൻ യോർദാനിൽ ഇറങ്ങിയെങ്കിൽ, യേശു സ്നാനം ഏറ്റുവെങ്കിൽ നാം ഇത് ചെയ്യണമെന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. മൂന്നാമതായി നോക്കിയാൽ സ്നാനം ദൈവത്തിന്റെ ആലോചനയാണ്. കൗൺസിൽ ഓഫ് ഗാഡ്. വായിക്കാൻ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന് 30-ാമത്തെ വാക്യം. ലൂക്കോസ് 7:30. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. പ്രൈസ് ഗോഡ്. എങ്കിലും യേശു പറഞ്ഞു, എങ്കിലും യേശു മാതൃക കാണിച്ചു, എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. എന്നൊരു കാര്യം അവിടെ നിന്നുകൊണ്ട് ഒറ്റ വാക്കിൽ പറയട്ടെ. നിങ്ങൾ സ്നാനപ്പെടാതിരുന്നാൽ നഷ്ടം എന്റെ യേശുവിനല്ല, മറിച്ച് സ്നാനമേൽക്കാതിരിക്കുന്ന സ്ഥാനാർത്ഥിക്കാണ്. ഞാൻ സ്നാനമേൽക്കാതെ ഇരുന്നാലുള്ള നഷ്ടം എനിക്കാണ്, എന്റെ യേശുവിനല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എങ്കിലും ഞാൻ പറഞ്ഞിട്ടും ഞാൻ കാണിച്ചിട്ടും എന്റെ നീതിയായിരുന്നിട്ടും എന്റെ മാതൃകയായിരുന്നിട്ടും പരീശന്മാരും ശാസ്ത്രിമാരും സ്നാനമേൽക്കുവാൻ തയ്യാറായില്ല. ഇതെന്നെ യേശു കാണിച്ച മാതൃകയാണ്.
സ്നാനം എന്നത് എന്റെ യേശു കാണിച്ച മാതൃകയാണ്. വായിക്കാം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. മത്തായി 3:16. സംശയമുള്ളവർക്ക് ദയവായിട്ട് പുസ്തകം എടുത്ത് നോക്കാം. ഞാൻ 100% വേദപുസ്തകത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടല്ലോ, എടുത്ത് നോക്കിയാണ്. പ്രൈസ് ഗോഡ്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറന്നു. വളരെ വ്യക്തമാ, യേശു വെള്ളത്തിൽ ഇറങ്ങിയ സ്നാനപ്പെട്ടത്. സ്നാനം കഴിഞ്ഞിട്ട് എന്റെ യേശു വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പ്രൈസ് ഗോഡ്. ഈ വസ്തുത 4 സുവിശേഷങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. സ്നാനം എന്റെ യേശു കാണിച്ച മാതൃകയാണ്. യേശു നമുക്ക് മുന്നോടിയാണെങ്കിൽ, യേശു നമ്മുടെ രക്ഷിതാവാണെങ്കിൽ, യേശു നമ്മുടെ സൃഷ്ടാവാണെങ്കിൽ, നമ്മെ വീണ്ടും ചേർക്കുവാൻ, മണവാട്ടിയായി ചേർക്കുവാൻ യേശു വേഗം വരുന്നുവെങ്കിൽ അവന്റെ മാതൃകയെ നാം പിന്തുടരണ്ടേ. പ്രൈസ് ഗോഡ്. ഒരു ചോദ്യം വരും, ഞാൻ ശിശുസ്നാനമൊക്കെ ഏറ്റതാ, പിന്നെ എന്തിനാ ശിശുസ്നാനം പോരെ എന്ന്. ഞാനൊരു മറുപടി പറയാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ നിന്ന് പറയും. എന്നാ ഒരു ഒറ്റ വാക്കിൽ ഞാൻ ഇന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകട്ടെ. സഹോദര സഹോദരി, ആർഗ്യുമെന്റ് മാറ്റിവെക്കുക, ദൈവത്തെ അനുസരിക്കുക. അതാണ് നമുക്ക് ഉചിതം. പ്രൈസ് ഗോഡ്. യേശു യോർദാൻ നദിയിൽ ഇറങ്ങിയതുപോലെ നാം ജലത്തിൽ ഇറങ്ങിച്ചെല്ലണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 5-ാമതായിട്ട് സ്നാനം എന്ന് പറയുന്നത് യേശു നൽകിയ കൽപ്പനയാണ്. ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് സ്നാനം എന്ന് പറയുന്നത്. വായിക്കാം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല സൃഷ്ടികളെയും മക്കളാക്കുവാൻ എന്ന കാര്യമാണ്. വ്യക്തമായി ശക്തമായി യേശു തന്റെ അന്ത്യകൽപ്പനയിൽ പറയുകയാണ്, നിങ്ങൾ പുറപ്പെട്ട്. ദൈവം എന്നോട് സംസാരിച്ച, എന്നോട് പറയുന്ന കൽപ്പനയാണ്, നീ പുറപ്പെട്ട് സുവിശേഷം പ്രസംഗിക്കുക. വിശ്വസിക്കുന്നവര് സ്നാനം കഴിപ്പിച്ച് സഭയോട് ചേർക്കണം, അല്ല ദൈവത്തോട് ചേർക്കണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന് 15-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പാലിക്കും. ഞാൻ പറയുകയാ എന്നും രാവിലെയും വൈകിട്ടും, യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നു, ഞാനൊന്ന് പോകാനിരിക്കുക. പ്രൈസ് ഗോഡ്. വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്റെ മകന് എന്റെ മുറിയിലോട്ട് കയറി വന്ന് ഡാഡി എന്ന് വിളിക്കുമ്പോൾ ഞാൻ ബെൽറ്റ് എടുത്ത് 2 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മകൻ ഒരിക്കലും പറയില്ല അവരെ ഡാഡി മോനെ സ്നേഹിക്കുന്നുണ്ട്. അതേസമയം വിളിച്ച് ഒന്ന് ഹഗ് ചെയ്ത് മോനെ സുഖവും ക്ഷേമവും സൗഖ്യവും അന്വേഷിക്കുമ്പോൾ എന്റെ മകൻ എന്നോട് മറ്റുള്ളവരോട് പറയും, എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നുവെന്ന്. വചനവതാ വിളിച്ചു പറയുന്നത്,
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. സ്നാനമേൽക്കണമെന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും എന്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, വചനം പറയുന്നു 1 യോഹന്നാൻ 2:4, 1 യോഹന്നാൻ 2:4, പ്രമാണിക്കാതെ ഇരിക്കുന്നവൻ കള്ളനാകുന്നു. പ്രൈസ് ഗോഡ്. നാം തന്നെ തീരുമാനിക്കുക നാം ആരാകുന്നുവെന്ന്. പ്രൈസ് ഗോഡ്. സ്നാനം എന്നത് ഒരു അപ്പോസ്തോലിക ഉപദേശവും മാതൃകയുമാകുന്നുവെന്ന് വചനം പഠിപ്പിക്കുന്നു. എടുക്കാം അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം അതിന്റെ 48-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10:48. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. നിങ്ങൾ സ്നാനമേൽപ്പീൻ എന്ന് പത്രോസ് വിളിച്ചു പറയുന്നു. സംഭവം അറിയുമോ? പെന്തക്കോസ്ത് നാളിൽ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ഇതാ ശിഷ്യന്മാർ പത്രോസിന്റെ നേതൃത്വത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുവാൻ യജമാനന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടുവെന്ന് ചോദിക്കുമ്പോൾ പത്രോസിന്റെ ഒറ്റ മറുപടിയാണ് നിങ്ങൾ സ്നാനമേൽപ്പീൻ. 3 കാര്യോടെ പറയുന്നുണ്ട്. 1 മാനസാന്തരപ്പെടണം, 2 യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം, 3-ാമതായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. സ്നാനം എന്നത് ഒരു തുറന്ന സാക്ഷ്യമാണ്. ഇറ്റ്സ് എൻ ഓപ്പൺ ടെസ്റ്റിമണി. വായിക്കാം റോമരുടെ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാം എന്ത് പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ഗോഡ്. ഇതിക്കുള്ള വ്യക്തമായിട്ട് എന്ത് പറയണം? നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് രാത്രി ഞാനിവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, കുവൈറ്റ് ജനമേ, നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ഗോഡ്. 8-ാമതായി സ്നാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള മനസാക്ഷിയാണ്. It's a conscious mind towards God. വായിക്കാം 1 പത്രോസ് 3-ാം അധ്യായം 21-ാം വാക്യം. 1 പത്രോസ് 3:21. അത് സ്നാനത്തിന്റെ ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുവാനല്ല, മറിച്ച് ദൈവത്തോടുള്ള മനസാക്ഷിയാണ്. പലരും പറയാറുണ്ട്, എന്തിനായി വെള്ളത്തിലിറങ്ങി മുങ്ങുന്നത്? വീട്ടിൽ നിന്ന് കുളിച്ചുകൂടെ? സഹോദര സഹോദരി, ഇത് കുളിയല്ല. ജഡത്തിന്റെ അഴുക്ക് കളയുവാൻ നീ കുളിക്കുന്നു. എന്നാൽ ദൈവത്തോടുള്ള മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോട് ചേരുവാൻ നീ സ്നാനമേൽക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തിനാ നാം സ്നാനമേൽക്കേണ്ടത്? ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേൽക്കണം. തെളിച്ച് വ്യക്തമായി വിളിച്ചു പറയാം. പെന്തക്കോസ്ത് സഭയോട് ചേരാൻ നിങ്ങൾ സ്നാനപ്പെടരുത്. ഇമ്മാനുവൽ അസംബ്ലിയോട് ചേരാൻ നിങ്ങൾ സ്നാനപ്പെടരുത്. മറിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ നിങ്ങൾ സ്നാനമേൽക്കണം. പ്രൈസ് ഗോഡ്. വായിക്കാം ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന വളരെ വ്യക്തമാണ്. അതിക്കുള്ളൊരു ദൂതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽക്കുള്ള വ്യക്തമായ വചനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന പലരുടെ ചിന്തയുണ്ട്, സ്നാനമേറ്റ പെന്തക്കോസ്തിൽ ചേരുമെന്ന്. ഞാൻ പെന്തക്കോസ്തിൽ ചേരാൻ സ്നാനമേറ്റിട്ടില്ല.
എന്ന മർത്തോമായിലെ അച്ഛൻ എന്റെ കാലപ്പേരിന്റെ അടുക്കൽ വന്നിട്ട് വളരെ സൗമ്യനായി ദയവ് ചെയ്ത് മർത്തോമാ സഭയിൽ നിന്ന് റിസൈൻ ചെയ്യണമേ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ റിസൈൻ ചെയ്തത്. പ്രൈസ് ഗോഡ്. ഞാൻ എന്റെ ദൈവത്തോട് ചേരുവാൻ സ്നാനമേറ്റു. പ്രൈസ് ഗോഡ്. രണ്ടാമതായി വായിക്കാം റോമരുടെ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയോട് ഏകീഭവിക്കുവാൻ നാം സ്നാനമേൽക്കണം. വായിച്ചാൽ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുളിച്ചിടപ്പെട്ടു. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി സ്നാനപ്പെടുവാൻ ജലത്തിലിറങ്ങി സ്നാനമേറ്റ് പുറത്തു വരുമ്പോൾ നമ്മുടെ പാപത്തെ മുഴുവൻ നമ്മളവിടെ കുഴിച്ചു മൂടുകയാണ്. ഭൗതികമായ നമ്മുടെ ജീവിതത്തെ നമ്മളവിടെ കുഴിച്ചു മൂടുകയാണ്. പിന്നെ നാം ഉയർത്ത് പുറത്തു വരുമ്പോൾ പഴയ മനുഷ്യനല്ല പുറത്തു വരുന്നത്, പിന്നെയോ അവരൊരു പുതിയ സൃഷ്ടിയായി എന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയോട് ഏകീഭവിക്കുവാൻ നാം സ്നാനമേൽക്കുന്നു. പ്രൈസ് ഗോഡ്. മൂന്നാമതായി സ്നാനമേൽക്കുന്നത് ക്രിസ്തുവിനെ ധരിക്കുവാൻ നാം സ്നാനമേൽക്കണം. വായിക്കാം ഗലാത്യലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം. ഗലാത്യലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ, ഇതിക്കുള്ളത വേണം എല്ലാവരും. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും, ഒരു എക്സെപ്ഷനുമില്ല, ഒരു പ്രത്യേക സമൂഹത്തിന്റെ പേരുമില്ല. ആണെന്നില്ല, പെണ്ണെന്നില്ല, യുവാവെന്നില്ല, യുവതിയെന്നില്ല, പിതാവെന്നില്ല, മാതാവെന്നില്ല. എല്ലാവരും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. ഇതെന്റെ യേശുവിന്റെ അന്ത്യകൽപ്പനയാകിയാൽ. വായിക്കാം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യേശു അടുത്തു ചെന്നു. സഹോദര, സഹോദരി, യേശു നിന്റെ അടുക്കൽ ഇപ്പോൾ കടന്നു വരികയാ. നിങ്ങൾ പുറപ്പെട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് എന്റെ യേശു പറഞ്ഞു. അതുകൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് എന്റെ യേശുവിന്റെ അന്ത്യകൽപ്പനയാണെങ്കിൽ ഞാനത് എങ്ങനെ ചെയ്യാതിരിക്കും? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. എന്റെ യേശു പറഞ്ഞു, നിങ്ങളെ ചേർക്കുവാൻ ഞാൻ രണ്ടാമത് വീണ്ടും മടങ്ങി വരുമെന്ന്. ആരെ ചേർക്കുവാനോ? എന്റെ മണവാട്ടിയായിരിക്കുന്നവരാ, എന്നെ അനുസരിക്കുന്നവരാ, എന്റെ കൽപ്പന അംഗീകരിക്കുന്നവരാ, എന്റെ കൽപ്പനയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാ. എന്റെ യേശുവിന്റെ അന്ത്യകൽപ്പനയ്ക്ക് വിലയില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവം വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടാണ് ഇനി പദം ഉപയോഗിച്ചത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഓഡിയൻസിൽ ഇന്ന് രാത്രി സ്നാനപ്പെടാത്തവരായി അഥവാ വിശ്വാസ സ്നാനം ഏൽക്കാത്തവരായി, പ്രായമായി വിശ്വസിച്ച് ജലത്തിലിറങ്ങി സ്നാനമേൽക്കാത്ത ആരെങ്കിലും ഇന്ന് ഈ ഓഡിയൻസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി 3 മിനിറ്റ് സമയം ഞാൻ വേർതിരിക്കുന്നു. യേശുവിന് വേണ്ടി ക്രിസ്തുവിനെ ധരിക്കുവാൻ, ക്രിസ്തുവിനെ മരണമടക്കം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയോട് ഏകീഭവിക്കുവാൻ, ക്രിസ്തുവിനോട് ചേരുവാൻ, ധരിക്കുവാൻ, അവന്റെ അന്ത്യകൽപ്പന അനുസരിക്കുവാൻ ഇന്ന് രാത്രി തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്ക് എഴുന്നേൽക്കാം. പ്രൈസ് ഗോഡ്. 3 മിനിറ്റ് സമയം മാത്രം, അതേ സമയം എനിക്ക് തരുവാനായിട്ടില്ല. ആരെങ്കിലും ഇന്ന് രാത്രി ദൈവത്തോട് ചേരുവാൻ,
ജനമേ മറക്കരുത്. എഴുന്നേറ്റ് പണിയണമെങ്കിൽ നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ എന്റെ ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കുവാൻ കഴിയാത്ത നിനക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കഴിയുകയില്ല. എഴുന്നേറ്റ് പ്രകാശിക്കാത്ത ഒരാൾക്ക് എഴുന്നേറ്റ് പണിയുവാൻ കഴിയുകയില്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? പ്രൈസ് ഗോഡ്. ഇനിയും ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? പ്രൈസ് ഗോഡ്. ഇനിയും ആരെങ്കിലും ഉണ്ടോ? ഇനിയും ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? ഇന്ന് രാത്രി എന്റെ ദൈവത്തെ, ദൈവകൽപ്പനയെ അംഗീകരിക്കുവാൻ ഇനിയും ആരെങ്കിലും ഉണ്ടോ? ഇനിയും ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് വേണ്ടി വലയിറക്കുവാൻ, എന്റെ ദൈവം പറയുന്നത് അനുസരിക്കുവാൻ, എന്റെ ദൈവം പറയുന്നത് അതുപോലെ ചെയ്യുവാൻ. ഓ ഓ ഓ സഹോദര സഹോദരി, നിങ്ങളാരും സ്നാനമേൽക്കുന്നത് സഭയോട് ചേരുവാൻ അല്ല, മറിച്ച് എന്റെ ദൈവത്തിന്റെ അന്ത്യകൽപ്പനയാകിയ എന്റെ ദൈവത്തെ അനുസരിക്കാതെ നീ സ്വർഗത്തിൽ പോകുമെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ അത് നീ മൂഢസ്വർഗത്തിലാണെന്ന് ഇന്ന് രാത്രി ഞാൻ പറയാം. എഴുന്നേറ്റവര് ദയവായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് മുൻപോട്ട് ഓടി വന്നാൽ ഇന്ന് രാത്രി ആത്മാവിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് പകരുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 2:18 ഇങ്ങനെ പറയുന്നു, നാം എഴുന്നേറ്റ് പണിയുക. ആരാണ് നെഹമ്യാവ്? എന്താണ് നെഹമ്യാവ് പണിയുവാനുള്ളത്? പ്രൈസ് ഗോഡ്. ഇവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് പല ഡേറ്റ്സുകൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ഓരോ ഡേറ്റ്സിലും നിന്നുകൊണ്ട് 15 മിനിറ്റ് വെച്ച് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചതാ, നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകാം. ഇങ്ങനെ ഞാൻ പറയട്ടെ, മോശയുടെ അടിമത്വത്തിന്റെ നുകം, അടിമത്വ നുകം മോശയിലൂടെ പൊട്ടിച്ചെടുക്കുന്നത് BC 1450-നും 1400-നും ഇടയിലാണ്. എന്ത് സംഭവിച്ചു? വിടുവിക്കപ്പെട്ട ജനം, പിറുപിറുക്കുന്ന ഒരു ജനം. BC 1445 മുതൽ 1400 വരെയുള്ള വർഷങ്ങൾ നോക്കിയാൽ മരുഭൂമിയിൽ പിറുപിറുക്കുന്ന ഒരു ജനം. അവർക്ക് എന്ത് സംഭവിച്ചു? മരുഭൂമിയിൽ നഷ്ടപ്പെടുന്നു. 1405 BC വരുമ്പോൾ മോശയുടെ വിടവാങ്ങൽ സന്ദേശത്തോടുകൂടി മോശ പിന്മാറുന്നു. യോശുവ എന്ന പുതിയ നേതാവ് രംഗപ്രവേശനം ചെയ്യുന്നു. യോശുവയുടെ നേതൃത്വത്തിൽ ഇതാ വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് അവർക്ക് നടന്നെടുക്കുകയാണ്. നടന്നെടുത്ത യോശുവയുടെ നേതൃത്വത്തിൽ ഇതാ കനാൻ ദേശം വിഭജിക്കപ്പെടുന്നു. പ്രൈസ് ഗോഡ്. ദൈവം കൽപ്പന കൊടുത്തു. 5 കൽപ്പനയാണ് ദൈവം കൊടുക്കുന്നത്. ഒന്ന്, നിങ്ങൾ അവിടെ കയറുമ്പോൾ കനാന്യര് നിർമൂലം ചെയ്യണം. 2, കനാന്യ സ്ത്രീകളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത്. 3, വിഗ്രഹാരാധനയിൽ ഏർപ്പെടരുത്. 4, ന്യായാധിപന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കണം. 5, ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകരുത്. ഇനി 5 കൽപ്പനകളാണ് ദൈവജനത്തിന് ദൈവം കൊടുക്കുന്നത് യോശുവയിലൂടെ. എന്നാൽ എന്ത് സംഭവിച്ചു? യോശുവയുടെ കാലം കഴിഞ്ഞു. ജനം പിന്മാറുവാനായി തുടങ്ങി, ദൈവത്തിൽ അകലുവാനായി തുടങ്ങി. ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിച്ചാൽ ഒരു കാര്യം വ്യക്തമായി കാണുവാൻ കഴിയുന്നു. ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു സൈക്കിൾ. അതിനുശേഷമായി ദൈവം ഇസ്രായേൽ മക്കളെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷമായി ഇസ്രായേൽ മക്കൾ കരഞ്ഞ് നിലവിളിക്കുന്നു. 4-മതായി ദൈവം മനസ്സറിഞ്ഞ് ഒരു വിമോചകനെ അയച്ചവരെ വിടുവിക്കുന്നു. പഴയ നിയമത്തിന്റെ ആരംഭം മുതൽ, മോശയുടെ ചരിത്രം മുതൽ AD 1 വരെയുള്ള ചരിത്രം നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു സൈക്കിള് പോലെ നടക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട ജനം ദൈവത്തിൽ നിന്ന് അകലുന്നു. അവർ പിറുപിറുക്കുന്നു. അവർ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നു. അപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നു, ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർ നിലവിളിക്കുവാൻ തുടങ്ങുന്നു, എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ പറയുന്നതായിട്ട് വല്ല ബന്ധമുണ്ടോ? ആരോഗ്യമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, എല്ലാം ഉള്ളപ്പോൾ എന്റെ യേശുവിനെ ആവശ്യമില്ല. എന്നാൽ രോഗക്കിടക്കയിൽ എഴുന്നേൽക്കുവാൻ വയ്യാതെ രോഗം ബാധിച്ചിരിക്കുമ്പോൾ,
ഫൈനാൻഷ്യലായി തകർന്നു കഴിയുമ്പോൾ, കുടുംബബന്ധം തകർന്നു കഴിയുമ്പോൾ, തലമുറ എവിടെ നിറയുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അപ്പാ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറയുന്ന ഇന്നത്തെ തലമുറ ഒട്ടും വ്യത്യസ്തമെന്ന് വിളിച്ചു പറയട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ വായിച്ചാൽ വളരെ മനോഹരമായൊരു വാക്യോടെ വായിക്കുവാൻ കഴിയുന്നു. ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. ജനം അവർക്ക് ബോധിച്ചതുപോലെ നടന്നു. ചിന്തിക്കണം, രാജാവില്ലാത്ത ഒരു കാലം, നേതാവില്ലാത്ത ഒരു കാലം, അവരവർക്ക് ബോധിച്ചതുപോലെ നടന്നു. പ്രൈസ് ഗോഡ്. ഞാൻ താമസിക്കുന്ന അത് വായിരിക്കുന്ന 2010 ചിത്രം വ്യത്യസ്തമാണ്. ആത്മീയമായ മരവിപ്പ് ജീവിതത്തിൽ കടന്നുകൂടിയോ? അസാൻമാർഗീയത നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ കോവിഡിലെ കാര്യമായി അറിയത്തില്ല, എന്നാൽ ഞാൻ പാർക്കുന്ന അമേരിക്കയിലെ കാര്യങ്ങൾ പറയട്ടെ. സാൻമാർഗീയതയ്ക്ക് വില കൊടുക്കാതെ ഗെയ്സ് ലെസ്ബിസം വളർന്നു വന്നിട്ട് സോദോം ഗോമോറയേക്കാൾ മോശമായി പോകുന്ന ഒരു രാജ്യത്തിന്റെ നടുവില് അവിടെ ആ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനമുള്ളത് കൊണ്ട് ഇതുവരെയും നശിപ്പിക്കാതെ അതിനെ സൂക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഭയത്തോട് ദുഃഖത്തോട് വിറയലോട് ഞാൻ വിളിച്ചു പറയുന്നു, മടങ്ങി വരേണ്ട കാലമായി, മടങ്ങി വരേണ്ട കാലമായി. ഇത് പഴയ നിയമത്തിലെ കാര്യമല്ല, ഇന്നത്തെ കാര്യമാണെന്ന് മനസ്സിലാക്കി നാം മടങ്ങി വരുവാൻ തയ്യാറാകേണ്ട. പ്രൈസ് ഗോഡ്. അതിനെ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ ദൈവത്തെ ആവശ്യമില്ലാതായിരിക്കുന്ന തലമുറയിൽ ശലോമോന് ശേഷമായി ശമൂവേൽ ജനത്തെ മടക്കി വരുത്തുന്നു. അത് BC 930 ശലോമോന് ശേഷമായിട്ട് ഏകദേശം 50 വർഷക്കാലം ദേശത്ത് ശാന്തത ഉണ്ടായി എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ 2 രാജാക്കന്മാര് 17:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരാൻ. 2 രാജാക്കന്മാർ 17:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഹോശേയ ഇസ്രായേൽ രാജാവായ സോവിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്ത നിമിത്തം അശൂർ രാജാവ് അവനിൽ ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. അശൂർ രാജാവ് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. ദൈവത്തിൽ നിന്ന് അകന്നു പോയ ദൈവജനത്തെ അശൂർ രാജാവ് ആക്രമിക്കുന്നുവെന്ന് കാണുവാനായി കഴിയുന്നു. നടന്ന സംഭവം നടക്കുന്നത് ഏതാണ്ട് 605 തുടങ്ങുന്നത്. 605 യെരുശലേമിനെ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ ഇതുവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഈ പ്രോഗ്രാമിൽ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളേവരെയും യൂലിസിലുള്ള ബേഥേൽ ഹൗസ് ഓഫ് പ്രയറിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ബേഥേൽ ഹൗസ് ഓഫ് പ്രയർ.com പോയാൽ സാധിക്കും. അഥവാ വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ പാസ്റ്റർ തോമസ് മാത്യുവിനെയോ പാസ്റ്റർ മാത്യു സാമുവലിനെയോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.